നമസ്കാരം. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ 1 മീൽ എ ഡേ നോൺ വെജ് ഐറ്റം ആയിരുന്നല്ലോ തയ്യാറാക്കിയത്. അപ്പോൾ അതിന് കുറേ കൊറീസ് വന്ന് ഞങ്ങൾക്ക് വെജിറ്റേറിയൻ ഐറ്റം ഇല്ലല്ലോ മാഡം 1 മീൽ എ ഡേ. അപ്പോൾ ഞാൻ എന്തായാലും അവരുടെ പരാതി തീർക്കാമെന്ന് വിചാരിച്ചു ഇന്ന്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ റെസിപ്പി. ഇത് 1 മീൽ എ ഡേ എന്നുള്ള ആ റെസിപ്പിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത് തന്നെയാണ്. പിന്നെ നിങ്ങൾ ഈ ആരംഭശൂരത്വം തുടങ്ങി പെട്ടെന്ന് തന്നെ ഒരു 1 മീൽ എ ഡേയിലേക്കൊന്നും പോവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. 3-4 പ്രാവശ്യം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവർ പെട്ടെന്ന് തന്നെ ഒരു ദിവസം 1 മീൽ എ ഡേ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ അതിന് പകരം ഗ്രാജുവലി ഒരു 3 മീൽസ് കഴിക്കുന്നവരാണെങ്കിൽ 2 മീൽസ് ആക്കുക, പിന്നെ നമ്മൾ 1 മീൽ ആക്കുക. ഇൻ ബിറ്റ്വീൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോഫിയും കരിഞ്ജീരക ചായയും ആപ്പിൾ സിഡർ വിനിഗറും ഗ്രീൻ ടീയും ഗ്രീൻ കോഫിയും ഒക്കെ തന്നെ കുടിച്ച് അങ്ങനെ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ പല അസുഖങ്ങളുള്ളവരും ശ്രദ്ധിച്ചു വേണം. മരുന്നുകളൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ, ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസ് മെഡിസിൻസ് എടുക്കുന്നവർ 1 മീൽ എ ഡേക്ക് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരൊക്കെ എപ്പോഴും ഡോക്ടറുടെ സൂപ്പർവിഷനിൽ തന്നെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഡയറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഡയറ്റും എക്സസൈസും കൊണ്ട് മാറ്റാവുന്നതാണ് ഓൾമോസ്റ്റ് എല്ലാ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സും. അപ്പോൾ എങ്കിൽ കൂടിയും നമ്മൾ ഒരു വിജിലൻസ് ആവശ്യമാണ് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ഒരു സൂപ്പർവിഷൻ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യൻ്റെ ഗൈഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ ഈ 1 മീൽ എ ഡേക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട 1-2 ചേരുവകൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും നല്ലൊരു ടേസ്റ്റ് എൻഹാൻസും കൂടെയാണത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് നമ്പർ 1 ആയിട്ടുള്ളത് സോയ ചങ്ക്സ് ആണ്. സോയ ചങ്ക്സ് തീർച്ചയായും ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ പെട്ടെന്നൊരു സംശയം ഉണ്ടാവും എന്നെനിക്കറിയാം. സോയ ചങ്ക്സ് തൈറോയ്ഡ് രോഗികൾക്ക് കഴിക്കാൻ പറ്റുമോ എന്ന്. അത് തൈറോയ്ഡ് രോഗികൾക്ക് തൈറോക്സിൻ ടാബ് എടുക്കുന്നവർക്ക് ധൈര്യമായിട്ട് കഴിക്കാം. എന്താണെന്ന് ഞാനത് പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്. തൈറോക്സിൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള അയഡിൻ്റെ അബ്സോർപ്ഷൻ, അയഡിൻ്റെ ആഗീകരണത്തെ തടസ്സപ്പെടുത്തുന്ന ചില ഫൈറ്റോ ഈസ്ട്രജൻസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിപ്പം അയഡിൻ എടുക്കുന്ന എന്തിനാണ്? തൈറോക്സിൻ ഫോർമേഷൻ. നമ്മൾ തൈറോക്സിൻ ഗുളിക തന്നെ കഴിക്കുന്ന സമയത്ത് പിന്നെ ഇതിന് വലിയൊരു പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ തൈറോക്സിൻ ഗുളിക കഴിക്കാത്തവർ, ഈ തൈറോയ്ഡ് നോഡ്യൂൾസ് മാത്രമുള്ളവർ, കാരണം അവരുടെ T3 T4 TSH നോർമലായിരിക്കും. അപ്പോൾ തൈറോക്സിൻ ടാബ്ലറ്റ് അവരെടുക്കുന്നില്ലായിരിക്കും. അങ്ങനെയുള്ളവർ, തൈറോയ്ഡ് നോഡ്യൂൾസ് ഉള്ളവർ ഇത് സ്ഥിരമായിട്ട് ഈ സോയ ചങ്ക്സ് ഉപയോഗിക്കരുത്. അപ്പോൾ ഇന്ന് നമ്മൾ സോയ ചങ്ക്സ് പ്രധാനമായിട്ട് എടുത്തിട്ടുണ്ട്. ഇതൊരു 100 ഗ്രാം സോയ ചങ്ക്സ് ആണ്. 100 ഗ്രാം ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത് 1 മണിക്കൂർ 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് ഇത് വേവിക്കണം. ഒരു 10 മിനിറ്റെങ്കിലും വേവിച്ചാണ് ഇതെടുക്കേണ്ടത്. ലേശം ഉപ്പിട്ടിട്ട് വേവിക്കുക. അതാണ് ഇതിൽ 100 ഗ്രാം സോയ ചങ്ക്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആദ്യത്തെ ചേരുവ. രണ്ടാമത്തത് മഷ്റൂമാണ്. ഒരു 100 ഗ്രാം തന്നെയുണ്ട്. 100 ഗ്രാം മഷ്റൂം മുറിച്ച് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത്, അതായത് ലേശം വെർജിൻ കോക്കനട്ട് ഓയിലിൽ ഒന്ന് വഴറ്റിയെടുത്തതാണത് 100 ഗ്രാം. പിന്നെ 100 ഗ്രാം തക്കാളി അരിഞ്ഞത്, 50 ഗ്രാം സവാള അരിഞ്ഞത്, 25 ഗ്രാം ക്യാപ്സിക്കം അരിഞ്ഞത്, പിന്നെ 50 ഗ്രാം സലാഡ് വെള്ളരി അരിഞ്ഞത്, പിന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ, പിന്നെ ആപ്പിൾ സിഡർ വിനിഗർ അല്ലെങ്കിൽ നാരങ്ങാ നീരെടുത്താലും മതി ആവശ്യത്തിന്, കുരുമുളക് പൊടി, ഉപ്പ്. ഇത്രയുമാണ് ചേരുവകൾ. ലാസ്റ്റായിട്ട് നമുക്ക് മല്ലിയില കൂടെ ചേർക്കാവുന്നതാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സോയ ചങ്ക്സ് ആദ്യം എടുക്കാം. ലേശം ഉപ്പിട്ട് വേവിക്കുന്നത് കൊണ്ട് അതിനകത്തുനിന്ന് വെള്ളം കുറേശ്ശെ ഇറങ്ങി വരും. ആദ്യം സോയ ചങ്ക്സ് ആഡ് ചെയ്തു. പിന്നെ നമുക്ക് മഷ്റൂം ചേർക്കാം. ടൊമാറ്റോ, സവാള,
സലാഡ് വെള്ളരി, ഇതിൻ്റെ അളവെല്ലാം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾ ഇത് കേട്ട് നോക്കാം. ഇട്ടത് ക്യാപ്സിക്കമാണ്. മല്ലിയില ഇടാം. ആപ്പിൾ സിഡർ വിനിഗർ ആവശ്യത്തിന് ഒഴിക്കാം. ഉപ്പ്, കുരുമുളക് പൊടി, ഡിഷിലേക്ക് മാറ്റാം. വെർജിൻ ഓയിൽ മുകളിലേക്ക് ഒഴിക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? എക്സലൻറ്റ് ടേസ്റ്റാണ്. ഈ മഷ്റൂം ഞാൻ ചേർക്കുന്നതിന് ഒരു പ്രത്യേക കാര്യമുണ്ട്. മഷ്റൂമിനകത്ത് നല്ല ടേസ്റ്റ് എൻഹാൻസേഴ്സ് ഉണ്ട്. ഈ അജിനോമോട്ടോ, നാച്ചുറൽ അജിനോമോട്ടോ അടങ്ങിയതാണ് മഷ്റൂം, അതുപോലെ ടൊമാറ്റോ. സോയാബീനും ഒരു നാച്ചുറൽ ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഇത് ഒരു ഫുൾ മീൽ ബൈ ഇറ്റ്സെൽഫാണ്. ഇത് നമ്മളിപ്പം ഇതിനകത്ത് കൂടുതൽ പ്രോട്ടീൻ ആഡ് ചെയ്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, 1 മീൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വിശപ്പുടനെ വരാൻ പാടില്ല. അതുപോലെ വെർജിൻ കോക്കനട്ട് ഓയിൽ. ഈ സോയാബീൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ചാൽ സോയ ചങ്ക്സ് ഉണ്ടാക്കുന്നത് സോയാബീൻ പേസ്റ്റ് ഉണ്ടാക്കി അത് ഉണക്കി ഉരുട്ടിയെടുക്കുന്നതാണ്. അതിനകത്തുനിന്ന് സോയാബീൻ ഓയിൽ മാറ്റും. അത് കഴിഞ്ഞിട്ട് ബാക്കി ഡ്രൈ ആക്കി ചങ്ക്സ് ആക്കുന്നതാണ്. അപ്പോൾ അത് ഫ്ലോറിൽ നിന്നും എടുക്കും. അതിൻ്റെ സോയാബീൻ പൊടിയിനകത്തുനിന്നും ഈ സോയാബീൻ ഓയിൽ മാറ്റിയിട്ട് എക്സ്ട്രാക്റ്റ് എടുത്ത് മാറ്റിയിട്ടാണ് ഈ സോയ ചങ്ക്സ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു ചണ്ടി എന്ന് പറയാം. ഫൈബർ കണ്ടൻറ്റ് 100 ഗ്രാമിൽ ഏകദേശം 13 ഗ്രാം ഫൈബറുണ്ട്. അതോടൊപ്പം 52 ഗ്രാം പ്രോട്ടീനുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. പിന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സിൻ്റെ കലവറയാണ്. മറ്റുള്ള വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ വളരെയധികമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ, പിന്നെ ഫൈറ്റോ ഈസ്ട്രജൻ കണ്ടൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മെനോപോസ് വന്ന ലേഡീസിന് ഏറ്റവും നല്ലതാണ്. മെനോപോസ് ടൈമിൽ നമുക്ക് ഈസ്ട്രജൻ കുറവാണ്. അപ്പോൾ ഫൈറ്റോ ഈസ്ട്രജൻ എന്ന് പറയുന്നത് ഈസ്ട്രജൻ പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായും അവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒരേ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ തൈറോക്സിൻ ഫോർമേഷനെ ഇത് ചിലതായിട്ട് ഒബ്സ്ട്രക്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. അത് എല്ലാ ദിവസവും കഴിക്കേണ്ട കാര്യമില്ല. നമുക്ക് മാത്രമല്ല, ഇങ്ങനെയുള്ള പ്രോബ്ലംസ്, തൈറോയ്ഡ് ഇഷ്യൂസ് ഉള്ളവർ മാത്രം അത് ശ്രദ്ധിച്ചാൽ മതി. ഇതൊക്കെയാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ട കാര്യങ്ങൾ. പിന്നെ മഷ്റൂംസ് അതുപോലെ തന്നെ നന്നായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ കലോറിഫിക് വാല്യൂ വളരെ കുറവുമാണ്. പിന്നെ വൈറ്റമിൻസും മിനറൽസും പോളിഫിനോൾസും ഒക്കെ നന്നായിട്ടുണ്ട്. ഫൈബറും ഉണ്ട് ആവശ്യത്തിന്. പിന്നെ മറ്റുള്ള വെജിറ്റബിൾസ്, തക്കാളി ആവട്ടെ, സവാളയാവട്ടെ, എല്ലാം തന്നെ സലാഡ് വെള്ളരി ആവട്ടെ, എല്ലാം തന്നെയും ന്യൂട്രിയൻസിൻ്റെ കലവറയാണ്, മല്ലിയില ഉൾപ്പെടെ. പിന്നെ ആപ്പിൾ സിഡർ വിനിഗറോ നാരങ്ങ നീരോ ചേർക്കുമ്പം അത് വൈറ്റമിൻ സി ഇതിനകത്ത് നന്നായിട്ട് കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള പോഷകങ്ങളെല്ലാം നന്നായിട്ട് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ആഗീരണം ചെയ്യാൻ ഏറെ സഹായിക്കുകയും ചെയ്യും.
അപ്പോൾ ഇത് എല്ലാവർക്കും താല്പര്യമുള്ള ഒരു റെസിപ്പിയാണ്. ഇത് വളരെ ടേസ്റ്റിയുമാണ്. നിങ്ങളിപ്പോൾ ഇത് കഴിക്കുമ്പോഴത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ വയറ് നിറയും. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക.